അവസാന നാളുകളുടെ ആരംഭത്തോടുകൂടി ഒരു ചെറിയ പെട്ടിയിൽ അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ എന്താണ് വഴി? അവിടെ മുസ്ലിങ്ങളായ ഉമ്മയും ബാപ്പയും എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരൊറ്റ അനാഥാലയത്തിൽ ഒരു ഉമ്മയെയും ഒരു ബാപ്പയും. അതിന്റെ കാരണം ഖുർആനാണ്. ഖംർ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മറയിടുന്നത്. ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മകളാണെന്നുള്ള വ്യത്യാസം വിട്ടുപോയാൽ അയാൾ മൃഗത്തിന് തുല്യമാണ്. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിന്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ് ജഗത് ലോക സമസ്ത സുഖിനോ ഭവന്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ എല്ലാ ദിവസത്തെയും ആദ്യത്തെ പ്രസംഗം ആരംഭിക്കുക ഒരു പ്രതിജ്ഞയോടുകൂടിയാണ്. 42ാമത്തെ വർഷമാണ് ആ പ്രതിജ്ഞ ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഇതൊരു പ്രതിജ്ഞയാണെന്ന് ആദ്യമായി മുൻകൂട്ടി പറഞ്ഞു തുടങ്ങിയത് ഞങ്ങൾ മലപ്പുറം കലക്ട്രേറ്റ് ഗേറ്റിൽ 953 ദിവസം നീണ്ടുനിന്ന ഒരു സമരം നടത്തിയിരുന്നു, മദ്യനിരോധന സമിതി. അതിന്റെ തുടക്കത്തിലാണ് ഇതൊരു പ്രതിജ്ഞയാണെന്ന് പറഞ്ഞത്. എന്താണ് മലപ്പുറത്ത് വെച്ച് ഇതൊരു പ്രതിജ്ഞയാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഊഹിക്കാം. ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് പശ്ചാത്തല വിശദീകരണമില്ലാതെ പ്രത്യക്ഷമായി പ്രതിജ്ഞയിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം, കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു. മാത്രമല്ല, ജീവിതാവസാനം വരെ മഹാതിന്മകൾക്കെതിരെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കി വെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെയുള്ള എൻ്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. ഞാനിവിടെ മൊയ്തീൻകുട്ടി സാഹിബ് ചില കാര്യം പറഞ്ഞു. സുന്നിയാണ്, മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. അദ്ദേഹം മനസ്സിലാക്കിയത് ഞാൻ ഈ മലപ്പുറത്താണ് ഏറ്റവും അധികം മുസ്ലിം സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചത്. ലീഗിന്റെ സമ്മേളനത്തിൽ പോയിട്ടുണ്ട്, മുജാഹിദ് സമ്മേളനങ്ങളിൽ പോയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തബ്ലീഗുകാർക്ക് അങ്ങനെ സമ്മേളനമില്ലായിരുന്നു. അഹമ്മദിയ മുസ്ലിമിന്റെ സമ്മേളനത്തിൽ വരെ ഞാൻ മഞ്ചേരിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ സുന്നിയില്ല, മുജാഹിദില്ല, ജമാഅത്തെ ഇസ്ലാമില്ല എന്നൊക്കെ പറയുമ്പോഴും എനിക്കുള്ളത് ഖുർആനാണ്. ഖുർആനിൽ സുന്നിയും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒന്നുമില്ലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ വകഭേദങ്ങൾ എനിക്കുമില്ല. ഇവിടെ വിഷയം അതല്ല. ലഹരിക്കെതിരെ ഇപ്പോൾ ഗവൺമെന്റ് ഒരുപാട് പ്രസംഗിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പലരിലും ഒരു ധാരണ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മദ്യമല്ല ലഹരിയാണ് ഏറ്റവും വലുത്. അതിലൊരു അസംബന്ധമുണ്ട്. മദ്യമാണ് നമ്മുടെ നാടിനെ തകർത്ത് നശിപ്പിച്ച ഏറ്റവും വലിയ ലഹരി. മദ്യം ഗവൺമെന്റ് കച്ചവടം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മദ്യത്തെ മാറ്റി നിർത്തി ഗവൺമെന്റിന് പണം കിട്ടാത്ത സമൂഹത്തെ നശിപ്പിക്കുന്ന മറ്റ് ലഹരികളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അറിയണം, ഇന്ന് സമൂഹം പേടിക്കുന്ന MDMA, അതിനേക്കാൾ ഭീകരമായ ഒന്ന് വരാൻ പോകുന്നുണ്ട്, ഫ്ലാക്ക. അതിന്റെ മുന്നിലുള്ളതായിരുന്നു നമ്മളുടെ ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ, പുകവലി ഉൾപ്പെടെ മദ്യം ഉൾപ്പെടെ എല്ലാ ലഹരികളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്, വലിയ അളവിൽ ലഹരിയായിട്ടുള്ളതെല്ലാം ചെറിയ അളവിലും ലഹരിയാണ്. അതുകൊണ്ട് ചെറിയ ലഹരി വലിയ ലഹരി എന്നൊന്നുമില്ല. ലഹരി വസ്തുക്കളൊക്കെ ലഹരിയാണ്. ഇത് മുസ്ലിം സമ്മേളനങ്ങളിൽ ഞാൻ MDMA കുറിച്ചും ഫ്ലാക്കയെ കുറിച്ചും അതുപോലെ കഞ്ചാവിനെയും ബ്രൗൺ ഷുഗറിനെയും LSDയെ കുറിച്ചൊന്നും പറയണ്ട.
ഇസ്ലാമിനോട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട മക്കളോട് മറ്റൊരു പ്രബോധനവുമില്ലാതെ അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ ലോകം കേട്ട അല്ലാഹുവിന്റെ വചന സംഹിതയായ ഖുർആൻ. ഖുർആനെ മുറുകെ പിടിക്കാൻ സാധിക്കുമോ? ജീവിതത്തിൽ വലിയ പൊങ്ങച്ചങ്ങളും പരിഷ്കാരങ്ങളും നമ്മളെ നാശത്തിലേക്ക് എത്തിക്കുന്ന പല പുത്തൻ പ്രവണതകളും ഉണ്ടാവില്ല. ശാന്തമായി സുഖമായി ജീവിച്ചു പോകാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഖുർആനെ മുറുകെ പിടിക്കലാണ് ഏക മാർഗം. ഖുർആൻ എന്ന് പറയുന്നതിന് ഞാൻ ഖുർആനിക പ്രസംഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ഖുർആന് ഫുർഖാൻ എന്നൊരു പേരുണ്ടല്ലോ. ഫുർഖാൻ, സത്യാസത്യ വിവേചകം. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്ന, ബീങ് റെഡ്, പ്രഥമ ശ്രവണത്തിൽ നമുക്കതൊരു പുസ്തകമാണ് വായിക്കുന്നത്. എന്നാൽ വായിച്ചു കഴിഞ്ഞാൽ അത് ഫുർഖാനാണ്, സത്യാസത്യ വിവേചകം. ഒന്നിലെ തെറ്റും ശരിയും തിരിച്ചറിയില്ല. മഴ എത്ര പെയ്തു എന്ന് പരിശോധിക്കുന്നതാണ് വർഷമാപിനി. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ലാക്ടോമീറ്റർ. ശരീരത്തിൽ എത്ര ഊഷ്മാവുണ്ട്, ചൂടുണ്ട്, പനിയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് തെർമോമീറ്റർ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഞാൻ ദീനിയാണോ അല്ലയോ എന്ന് ഒരു മുസ്ലിം വംശജന്, മുസ്ലിം നാമധാരിക്ക് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു മീറ്ററാണ് ഖുർആൻ. അതിന് ഞാൻ ദീനോമീറ്റർ എന്ന് വിളിക്കും. ഞാൻ കാഫറാണോ, ഞാൻ അല്ലെങ്കിൽ മുനാഫിക്കാണോ, ഞാൻ വിശ്വാസിയാണോ എന്നൊക്കെ ഈ ദീനോമീറ്ററിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഖുർആനും റസൂലും പറയും. നിങ്ങൾ ശരീഅത്ത് എന്നൊരു വാക്ക് പലരും ഇപ്പോഴും രാഷ്ട്രീയക്കാർ പറഞ്ഞു തുടങ്ങി. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. ആയത്തും ഹദീസും കൂടിയതാണ് ശരീഅത്ത്. ഏതെങ്കിലും ഒന്നിനെ മാറ്റിവെച്ചാൽ അയാൾ അരശരീഅത്തുകാരനാണ്. ഖുർആനിൽ അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങളിൽ സംശയമുള്ള സമൂഹത്തിന് സംശയം തീർക്കാൻ മുത്തു മുഹമ്മദ് മുസ്തഫ തിരുമേനി നൽകിയ വചന സംഹിതകളാണ് സുന്നത്തുകൾ. ഇതൊക്കെ ബോധ്യമുണ്ടാകുന്നതിൽ നിന്ന് മാനവരാശിയെ തെറ്റിക്കുകയാണ് പുതിയ പരിഷ്കാരങ്ങൾ. ഏത് മനുഷ്യനിലും ഒരു പിശാചിന്റെ അംശമുണ്ട്. ഞാനൊരിക്കൽ നമ്മുടെ SSFന്റെ കാന്തപുരി ഉസ്താദിന്റെ ഒരു ജാഥ പോകുന്നുണ്ട്, സംസ്ഥാന ജാഥ. ഞങ്ങളുടെ മദ്യനിരോധന സമിതിയുടെ ഒരു ചെറിയ ജാഥയുണ്ട്. ഞങ്ങളൊരു ചെറിയ ജീപ്പാണ്, മറ്റത് ഒരുപാട് വണ്ടികളാണ്. അതില് എന്നോട് പറഞ്ഞിരുന്നു അലി അബ്ദുള്ള മാഷ്, സിറാജിന്റെ മാനേജിങ് എഡിറ്റർ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പ്രസംഗിക്കണം. അപ്പൊ ഞാനത് ഏറ്റു. എന്റെ ജാഥ എത്തുന്നത് തൊടുപുഴയാണ്. അപ്പൊ ഒരു 6 മണി ബാങ്ക് കൊടുക്കേണ്ട സമയമൊക്കെയായി. ഞാൻ ആ സ്റ്റേജിൽ ചെല്ലുമ്പോൾ എന്നെ അറിയുന്ന ആളുകളൊക്കെ പരിചയപ്പെടുത്തി. എനിക്കൊരു പേടി, ഇനിയുള്ള ബാങ്ക് കൊടുക്കുന്ന സമയത്തിനിടെ ഞാൻ എന്ത് പറയാനാ. അവരെന്നെ വിളിക്കുകയും ചെയ്തു. ആ ജാഥ എന്ന് പറഞ്ഞാൽ ഷാറെ മുബാറക് അല്ലേ, മാനവികതയെ ഉയർത്തുന്നതിന് വേണ്ടി എന്നായിരുന്നു ജാഥയുടെ പേര്. അപ്പൊ എനിക്ക് പ്രസംഗിക്കാൻ സമയമല്ല. ഞാൻ പറഞ്ഞു ഞാനിപ്പം പ്രസംഗിക്കുന്നില്ല, ഞാൻ ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരം കഴിഞ്ഞ് വേണ്ട നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ ആൾ. അപ്പോൾ എനിക്ക് ഖുർആനിലൊരു വാചകം, ഒരു തൗഫീഖ് പോലെ ഓർമ്മ വന്നു. ഖുർആനിൽ മനുഷ്യന് 3 പേരുണ്ട്. ഒന്ന് ഉത്തമനായ മനുഷ്യൻ, ഇൻസാനിയത്താണ്, മനുഷ്യത്വം. രണ്ടാമതൊന്നാണ് ഹൈവാനിയത്ത്, മൂന്നാമത്താണ് ശൈത്താനിയത്ത്. ഞാൻ പ്രധാനമായി ഇവിടെ പറയുന്നത് കുഞ്ഞുമക്കളെ ഉദ്ദേശിച്ചാണ്, വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ്. മുതിർന്ന ആളുകളൊക്കെ ഇത് മനസ്സിലാക്കിയതാണ്. കുട്ടികൾക്കും ഇതറിയാം, പക്ഷെ അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല. അന്തരീക്ഷം അങ്ങനെയാണ്. ഇപ്പോൾ ഇതിലൂടെയാണ് ലോകം സഞ്ചരിക്കുന്നത്. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുർആനോ ഇങ്ങനെയൊന്ന് വരൂന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ അനാവശ്യമായ അറിവുകളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു തരണമേ. മാത്രമല്ല, ഞാൻ കേട്ടത് റസൂലിന്റെ ഒരറിയിപ്പുണ്ടെന്നാണ്. അവസാന നാളുകളുടെ ആരംഭത്തോടുകൂടി ഒരു ചെറിയ പെട്ടിയിൽ അനാവശ്യമായ വിവരങ്ങൾ നിങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന്.
ഒരു പണ്ഡിതനാനോട് പറഞ്ഞു, ആ ചെറിയ പെട്ടിയാണ് മക്കളെ ഇതില് അനാവശ്യമായ വിവരങ്ങളുണ്ട്, ആവശ്യമായ വിവരങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് ഈ വയസ്സുകാലത്ത് എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയൊരു ഗുണമുണ്ട്. ഇതിലൂടെയാണ് കൊറോണ കാലത്ത് സമസ്ത വിദ്യയും നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിച്ചത്. ഇതിലൂടെയാണ് സമസ്ത തിന്മയും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം? അതിനാണ് മദ്യത്തിന്റെ കാര്യത്തിൽ, ഓ പ്രവാചകരെ, അവർ താങ്കളോട് ചോദിക്കുമായിരിക്കാം മദ്യത്തെക്കുറിച്ച്. എന്ത് പറയണം? റസൂലിന് കിട്ടിയ മറുപടി, എല്ലാ കാര്യത്തിലും എന്ന പോലെ അതിലും നന്മയും തിന്മയും ഉണ്ടാകാം. മക്കളോട് പറയുന്നു, നന്മയാണ് കൂടുതലെങ്കിൽ ഉപയോഗിച്ചു കൊള്ളുക, തിന്മയാണ് കൂടുതലെങ്കിൽ ഉപേക്ഷിച്ചു കൊള്ളുക. എൻ്റെ മുമ്പിലെ കുഞ്ഞുമക്കളോട് ഞാൻ ചോദിക്കട്ടെ, മദ്യം, ലഹരി, മറ്റു ലഹരി പദാർത്ഥങ്ങൾ, ഇതിലെവിടെയെങ്കിലും എന്തെങ്കിലും നന്മയുടെ അംശം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആകെ ഒരു നന്മയാണുള്ളത്. ഇതിന്റെ ഉൽപാദകർക്കും വിതരണക്കാർക്കും ഇത് വിപ്പിക്കുന്ന ഭരണകൂടങ്ങൾക്കും കണ്ടമാനം പണമുണ്ടാക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ കുഞ്ഞുമക്കൾ നശിച്ചു, കുടുംബങ്ങൾ നശിച്ചു, ഒരു രക്ഷയുമില്ലാത്ത വിധം നമ്മൾ നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മുസ്ലിം ആലു ഇമ്രാനെ ഓർമ്മിക്കേണ്ടത്. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകുമാറാകട്ടെ. നന്മ കൽപ്പിക്കുന്നതിൽ ഇസ്ലാം മുന്നിലാണ്. നിങ്ങളെപ്പോലെ നന്മ കൽപ്പിക്കുന്ന ഒരു മതവുമില്ല. പക്ഷെ തിന്മ വിരോധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പിറകിലോട്ടാണ്, അല്ലേ? ഏത് ജിഹാദ് എന്നൊരു വാക്കുണ്ട് മുസ്ലിമിനെ ആക്ഷേപിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കൊരു സങ്കടം, നിങ്ങൾ ഒരു ജിഹാദ് നടത്തുന്നില്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മയുദ്ധമാണ്. എന്താണ് ധർമ്മം? ധർമ്മം എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല വാക്കാണ് ദീൻ. എന്താണ് ദീൻ? ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക, ചെയ്യരുതാത്തതൊന്നും ചെയ്യാതിരിക്കുക. അതാണ് വിധിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതും. ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതൊക്കെ ചെയ്യുക, ചെയ്യരുതെന്ന് കൽപ്പിക്കപ്പെട്ടതൊന്നും ചെയ്യാതിരിക്കുക. അതാണ് ധർമ്മം. ഈ ധർമ്മത്തിന്റെ എതിർവാക്കാണ് അധർമ്മം. ഈ ധർമ്മവും അധർമ്മവും എവിടെയാണ്? മക്കൾ ഉത്തരം പറയണം. ഇത് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുടുങ്ങിയിരിക്കുക. ക്ലാസ് ഇങ്ങനെ ഉയരത്തിലൊരു മാഷും വളരെ താഴെ കുറച്ച് കുട്ടികളും അല്ലല്ലോ. എന്താണ് എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കമ്പ്യൂട്ടർ ഏതാ? തലച്ചോറാണ്. ഈ തലച്ചോറിൽ നിന്നാണ് ബുദ്ധി ഉദയം ചെയ്യുന്നത്. ബോധം, ബോധവൽക്കരണം അല്ലേ എൻ്റെ പ്രസംഗത്തിന്റെ പേര്? ബോധവൽക്കരണം എന്ന് പറയുന്നത് അറിവ് കൊടുക്കലല്ല, അറിവ് ജീവിതമാക്കലാണ്. അറിവെങ്ങനെ ജീവിതമാക്കണം എന്ന ബോധമാണ് ഖുർആൻ ഉണ്ടാക്കിയത്. ഖുർആൻ പോലെ എല്ലാ മഹിതമായ മതഗ്രന്ഥങ്ങളും ഈ അറിവിനെ ബോധമാക്കാൻ ഉദാഹരണങ്ങളിലൂടെ കാണിച്ചിട്ടുണ്ട്. ഖുർആൻ വായിക്കുന്നവർക്കറിയാം, ഇതിനൊക്കെയുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ദുനിയാവിലുണ്ട്. ദൃഷ്ടാന്തങ്ങളിലൂടെ ജീവിത സത്യത്തെ പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ആ ദൃഷ്ടാന്തങ്ങളെ മറന്നുപോയി. മലപ്പുറത്ത് ഒരുപാട് ഹാഫിളുമാരുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളെ ബൈഹാർട്ട് പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. ഖുർആൻ ബൈഹാർട്ട് പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള പഠനം നൽകേണ്ടത് സുന്നികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികളുമാണ്. ഇതിലെ ചില പ്രസ്ഥാനക്കാരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലർ അക്കാര്യത്തിൽ പിറകിലോട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇൻസാനിയത്ത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇൻസാനിയത്ത്, മനുഷ്യത്വം. നിങ്ങൾ ഈ കാവുങ്കൽ എന്ന് കേട്ടപ്പോ എന്താണ് കാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? കാവ് തോട്ടമാണ്, പൂങ്കാവ് എന്ന് കേട്ടിട്ടില്ലേ? ഈ കാവുങ്കൽ എന്ന് പറയുന്ന കുടുംബത്തിലെ ആദ്യത്തെ ഉമ്മ ആരായിരുന്നു? ആ ഉമ്മയെ പ്രസവിച്ചത് ഏത് ഉമ്മയായിരുന്നു? അങ്ങനെ പിറകോട്ട് സഞ്ചരിച്ച് നോക്കിയാൽ ഈ ലോകത്തെ മാനവരാശിയുടെ പിറവി ഒരച്ഛനിൽ നിന്നും ഒരമ്മയിൽ നിന്നുമായിരുന്നു. നിങ്ങൾ മതപ്രസംഗത്തിലൊക്കെ ഒരു വാചകം കേട്ടിരിക്കും,
അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ എന്താണ് വഴി? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. നീ നിന്റെ നഫ്സിനെ കുറിച്ചറിയുക, എന്നാൽ നിന്റെ റബ്ബിനെ കുറിച്ചറിയാം. ഈ നഫ്സ് എവിടുന്ന് വന്നു? ഞാൻ നിങ്ങളെ ആത്മബന്ധുക്കളെ എന്ന് വിളിച്ചില്ലേ? അതാരും വിളിക്കാറില്ല, ഞങ്ങൾ കുറച്ചു പേര് വിളിക്കുക. നിങ്ങളും ഞാനും ആത്മാവിൽ, റൂഹിൽ, നഫ്സിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതാണ് ആത്മബന്ധുക്കളെ എന്ന് വിളിച്ചത്. ഏതാണ് ഈ നഫ്സ്? അള്ളാഹു ഒരു കറുത്ത കളിമണ്ണെടുത്ത് ഒരു രൂപമുണ്ടാക്കി, ഒരു പ്രതിമ, ചൊട്ടിയാൽ മണിയുന്ന പ്രതിമ. അതിൽ തന്റെ റൂഹ്, തന്റെ നഫ്സ് നിക്ഷേപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നിൽ നിന്ന് ഉണ്ടാക്കിയത് മണ്ണിൽ നിന്ന്, ചളിയിൽ നിന്ന്. എന്റെ എല്ലാ സിദ്ധികളും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നീ ഹിദായത്തിന്റെ വഴിയെ പോവുക, നീ നന്മയുടെ വഴിയെ പോവുക. അള്ളാഹുവിനെന്നറിയാം ഇവൻ തിന്മയുടെ വഴിയിലും പോകുമെന്ന്. തിന്മയിലൂടെ വഴിയിലൂടെ പോകുമെന്ന് ഉറപ്പാണ്. ഖുർആനുണ്ടായ കാലത്തുള്ള വചനമാണ്. കല്ലാ ഇന്നൽ ഇൻസാന ലഗ്തുവാ. നിശ്ചയമായും മാനവരാശി വഴിതെറ്റുന്നു. അന്ന് 1 സെന്റിമീറ്ററാണ് തെറ്റിയതെങ്കിൽ ഇന്നൊരു കിലോമീറ്റർ തെറ്റുകയാണ്. തെറ്റിയവെന്ന് ആരാ? എന്റെ മകനാകാം, മകളാകാം, ഭാര്യയാകാം, അമ്മയാകാം, അച്ഛനാകാം, ബന്ധുക്കളാകാം, സ്നേഹിതന്മാരാകാം. ഇവരിങ്ങനെ തെറ്റിപ്പോകുന്നവർ പോയിക്കോട്ടെ എന്ന് ഖുർആൻ പറഞ്ഞില്ല. അവരെ തിരിച്ചു പിടിക്കണം. അതിനാണ് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുള്ള ഒരു സമൂഹം, സമുദായം നിങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ എനിക്കൊരു ഒരു കാര്യം നിങ്ങളോട് പറയാണ്. ഇവിടുത്തെ നേരത്തെ കർമ്മ പരിപാടിയെ കുറിച്ച് അധ്യക്ഷനോ മറ്റാരോ പറഞ്ഞു, ചാരിറ്റി പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുക, മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നൊരു അജണ്ട ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അജണ്ടയിൽ നിർബന്ധമായും ചേർക്കേണ്ട ഒരു കാര്യമാണ് മദ്യം ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന്. അല്ലെങ്കിൽ നമ്മുടെ വീട് വെറും ബൈത്തായി പോകും, മസ്കനാവുകയില്ല. ബൈത്ത് എന്ന് പറഞ്ഞ ആചാരിയും കൊല്ലനും കുറുപ്പും എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. നമ്മുടെ വീട് വെറും ബൈത്തായാൽ പോരാ, നമ്മുടെ വീട് മസ്കനാകണം, ശാന്തിഗേഹം. ശാന്തിഗേഹമാകണമെങ്കിൽ ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഏതാണ്ട് ഒരേ ചിന്തയിൽ, വിരുദ്ധ ചിന്തയില്ലാതെ ജീവിക്കണം. ഇന്ന് നമ്മളെ ഓരോ വീട്ടിൽ പോലും ഒരുപാട് വിത്തിനകളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്, മതവിഭജന സംഘർഷങ്ങളുണ്ട്, വർഗീയ സംഘർഷങ്ങളുണ്ട്. മറ്റ് നമുക്ക് ആഹാരമില്ലാത്ത പ്രശ്നമല്ല, ജോലിയില്ലാത്ത പ്രശ്നമല്ല, നമ്മുടേതല്ലാതെ നമ്മളിൽ പലരും അടിച്ചേൽപ്പിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മളെ സംഘർഷത്തിലാക്കുകയാണ്. ഇസ്ലാം സിൽം എന്ന ശബ്ദത്തിൽ ഉണ്ടായതാണ്. സിൽം ശാന്തിയാണ്. ഓം ശാന്തി എന്ന് ഭാരതം പറഞ്ഞ ശാന്തി. സലാം എന്ന വാക്ക്, അതാണ് ക്രിസ്ത്യാനി പറഞ്ഞ ശാലോ. നമ്മളെല്ലാം ഏതോ ഒരു പരകോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ഉണ്ടായി. ഖുർആൻ അത് പറയുന്നു, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ ഒരു കൗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ നിന്റെ നഫ്സിനെ കുറിച്ചറിയുക. അള്ളാഹു അന്ന് നിക്ഷേപിച്ച ആ ശ്വാസമുണ്ടല്ലോ, ആ നഫ്സുണ്ടല്ലോ, അതാണ് എന്നിലും നിങ്ങളിലും. നിങ്ങൾ ഇവിടെ കൈവച്ച് നോക്കിയാൽ എനിക്കും നിങ്ങൾക്കും BP രോഗമില്ലാത്തവർക്ക് ഒരേ താളം കിട്ടും, ഡബ് ലബ് ഡബ് ലബ്. ഇത് അള്ളാഹു അന്ന് നിക്ഷേപിച്ച നഫ്സിന്റെ ആ താളമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആത്മബന്ധുക്കളെ എന്ന് വിളിച്ചത്. ഒരു ചരിത്രം പറയട്ടെ. ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കേരളത്തിലേക്ക് ഒരു സംഘം വന്നു. ആ സംഘത്തിന്റെ കൂടെ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു? കേരളത്തിൽ മുസ്ലിം പ്രചാരണത്തിൽ വന്ന സംഘത്തിന്റെ കൂടെ മാലിക് ദിനാർ എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരുന്നു? ഇല്ല. സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് വന്നു, എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരുന്നു? ഇല്ല.
മാലിക് ദീനാർ ഇവിടെ വന്നപ്പോൾ ആ സംഘത്തിന് ഭാര്യമാരായി നിന്നുകൊടുത്തത് എന്റെ അന്നത്തെ വലിയ 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 വല്യമ്മയുടെ എഴുത്തിയോ അനിയത്തിയോ ആയിരുന്നു. അങ്ങനെയാണ് ഇവിടെയും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത്. സെന്റ് തോമസ് വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഭാര്യമാരായി നിന്ന് കൊടുത്തത് ഇവിടുത്തെ അന്നത്തെ പെണ്ണുങ്ങളായിരുന്നു. അവരിൽ നിന്ന് വെറ്റിപിരികിയതാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് നിങ്ങളും ഞാനും ആത്മബന്ധുക്കളാണ്. എടുത്തിയ ഞാനും മൊയ്‌ലിയൻകുട്ടിക്കയും ഞാനും അബ്ദുറഹ്മാൻ സാഹിബും ഏതോ എഴുത്തിയുടെയും അനിയത്തിയുടെയും പരമ്പരയിൽ പിറന്നവരല്ലേ. റഹ്മത്ത് എന്നൊരു വാക്കില്ലേ? റഹ്മ എന്ന വാക്കിന് ഗർഭപാത്രം എന്നൊരർത്ഥം. ഒരേ ഗർഭപാത്രത്തിൽ പിറന്നവരുടെ കുടുംബ പരമ്പരകളാണ് ഇന്ന് കാവുങ്കൽ ഈ സംഗമത്തിൽ. അതിന്റെ പിറകോട്ട് 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 പോയാൽ പരസഹസ്രം പരലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പിറകിലോട്ട് പോയാൽ നമുക്ക് കാണാം ഒരേ ഗർഭപാത്രത്തിൽ നിന്നുണ്ടായവരാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ അഭിമാനപൂർവ്വം നിങ്ങളെ ആത്മബന്ധുക്കളെ എന്ന് വിളിക്കുന്നു. കാവ്, പൂങ്കാവ്, ഈ കാവിലെ എല്ലാ പൂക്കളുടെയും വിത്തുകൾ കാലമാകുന്ന കാറ്റിൽ പറന്ന് അങ്ങിങ്ങെത്തി. തൃശ്ശൂരെത്തി, കോഴിക്കോടെത്തി, കാസർഗോഡെത്തി, എന്തിന് ഡൽഹിയിലെത്തി, എന്തിന് ഇന്ത്യക്ക് പുറത്ത് ഏതെല്ലാം ഉണ്ടാവും കാവുങ്കൽക്കാർ. എന്നോട് മൊയ്‌ലിയൻകുട്ടി സാഹിബ് പറഞ്ഞത് 5000 പേരുണ്ടാവുന്ന. 5000 അല്ല 50,000 അല്ല ഈ കുടുംബത്തിൽ. ഇന്ന് വരാൻ കഴിയാത്തതിന്റെ 4 ഇരട്ടി ആളുകളില്ലേ? നിങ്ങളിങ്ങനെ സംഗമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് മഹിതമായ ചില സന്ദേശങ്ങളാണ്. ആ കൂട്ടത്തിലൊന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നു, രക്ഷിതാക്കളോട് പറയുന്നു. നമ്മുടെ മക്കൾ കള്ളന്മാരായി പോയാൽ, വ്യഭിചാരിണികളായി പോയാൽ, കൊലപാതകികളായി പോയാൽ, നുണ പറയുന്നവരായി പോയാൽ, റൗഡികളായി പോയാൽ, സംബന്ധക്കാരിലൂടെയോ ഉസ്താദിലൂടെയോ അധ്യാപകരിലൂടെയോ പോലീസിലൂടെയോ സ്നേഹിതന്മാരിലൂടെയോ ബന്ധുക്കളിലൂടെയോ നമുക്ക് അവരെ തിരിച്ചു പിടിക്കാം. പക്ഷേ ലഹരിക്കടിമയായി പോയാൽ നമുക്ക് ആ മക്കളെ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴേ ശ്രദ്ധിക്കണം. രക്ഷിതാക്കളോടൊന്നുകൂടി പറയുന്നു, പുകവലിക്കുന്ന രക്ഷിതാക്കൾ വരെ പുകവലി നിർത്തണം. എന്നൊരു വാക്യം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് ഹദീസും അല്ല ആയത്തുമല്ല, അത് അറബിയിലുള്ള ഒരു പഴഞ്ചൊല്ലാണ്. എങ്ങനെയാണോ നേതൃത്വത്തിലുള്ളവർ നിൽക്കുന്നത്, എങ്ങനെയാണോ ഉമ്മ ബാപ്പമാർ, എങ്ങനെയാണോ അച്ഛനമ്മമാർ, എങ്ങനെയാണോ ഉസ്താദുമാർ, അതുപോലെ ഇരിക്കും ബന്ധപ്പെട്ട കുഞ്ഞുങ്ങൾ. അച്ഛൻ ബാപ്പ ബീഡി വലിക്കുന്നത് കണ്ടാൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മയില്ലേ? പെൺകുട്ടികളില്ല, ഞങ്ങൾ ആൺകുട്ടികൾ കടലാസ് തെരച്ചിട്ട് സിഗരറ്റാക്കി വലിച്ചിട്ടില്ലേ? ചുണ്ടത്ത് വെച്ച് വായിലേക്ക് വലിച്ചിട്ട് ഈ പുക മൂക്കിലൂടെ വരുന്നു. കുഞ്ഞുമോൻ വിചാരിക്കുക എന്റെ ബാപ്പ എന്തൊരു ശാസ്ത്രജ്ഞനാ. അങ്ങനെയാണ് ഈ വിദ്യ കണ്ടുപിടിച്ചത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെന്റ് എന്തുകൊണ്ടോ ഇത് പറയുന്നില്ല, ഇത് ഞങ്ങളാണ് പറയുന്നത്. 1981 EK നായനാർ മുഖ്യമന്ത്രി റഷ്യയിൽ പോയി മടങ്ങി വന്നപ്പോൾ ഇടമറുക എന്ന് പറയുന്ന യുക്തിവാദി ചോദിച്ച അദ്ദേഹത്തോട്, അല്ല നായനാർ, സോവിയറ്റ് റഷ്യയിൽ മദ്യനിരോധനത്തെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നു, കേരളത്തിൽ നിങ്ങൾ മദ്യഷാപ്പുകൾ വർദ്ധിപ്പിക്കുന്നു, എന്താണ് ഇതിന്റെ കാരണം? നായനാർ പറഞ്ഞു, റഷ്യയിൽ മദ്യപാനം ഉണ്ടാക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് റഷ്യൻ ഭരണകൂടം പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യ കണ്ടെത്തി മദ്യം കിട്ടാതാക്കണമെന്ന്. പക്ഷേ നമ്മുടെ ഒരു ഗവൺമെന്റ് ഈ പഠനം നടത്തുന്നില്ല. ഞാൻ നിങ്ങളോട് ചില കണക്ക് പറയാം. 1981 ഒക്ടോബർ മാസത്തിൽ അമേരിക്കയിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് മെഡിസിനിലെ പ്രൊഫസർ ബാർത്തോവ്സ്കി ഒരു ഗവേഷണം നടത്തി ഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ ശ്രദ്ധിക്കണം, പറഞ്ഞാൽ മനസ്സിലാകുന്ന കുട്ടികൾ, ആൺകുട്ടികൾ. ആ ഗവേഷണ ഫലം ഇതാണ്, കേട്ടോളൂ. മദ്യപാനാനന്തര ലൈംഗിക ബന്ധത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിപരമോ കായികവുമായ വൈകല്യങ്ങൾക്ക് സാധ്യത ഏറെയാണ്. 1952 മിസ്സിസ് കുമാരി ഭഗവതി എന്ന ഗവേഷക ഡോക്ടർ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. കേട്ടോളൂ, 2000 ആളുകളിൽ പഠനം നടത്തിയതാണ്. അവർ പറയുന്നു, 100 മദ്യപന്മാരിൽ
90 മദ്യപന്മാരുടെ മക്കളും മദ്യപലക്ഷണവും ആസക്തിയുള്ളവരായിരിക്കും. അപ്പോൾ എന്താണ് ഇന്ന് ഇത്ര ലഹരി പടരാൻ കാരണം? 55 കൊല്ലമായി കേരളത്തിലെ മദ്യനിരോധനം എടുത്തു കളഞ്ഞിട്ട് അതിൽ 25-ലേറെ കൊല്ലമായി കേരളം മദ്യത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മദ്യത്തിന്റെയും അതുപോലെ മറ്റു മയക്കുമരുന്നുകളെയും കൂട്ടത്തിൽ മുങ്ങുന്നു. ഈ 25-30 കൊല്ലത്തിനിടെ പിറന്ന മക്കളിൽ 100 കുടിയന്മാരുടെ മക്കളിൽ 90 പേരുടെ മക്കൾക്കും ലഹരി വാസനയുണ്ട്. ഇത് ആണിനും പെണ്ണിനുമുണ്ട്. പക്ഷേ പെൺകുട്ടികൾക്ക് ഇവിടെ മദ്യപിക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സ്ത്രീ പുരുഷ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആണും പെണ്ണും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പല നഗരങ്ങളിലും കേരളത്തിൽ പോലും കോഴിക്കോട്ട് പോലും നമുക്കാർക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധം സഞ്ചരിക്കുകയാണ്. ആണിനും പെണ്ണിനും ഒരേ ഡ്രസ്സ്, ആണിനും പെണ്ണിനും ഒരേ മുടി, ഒന്നും മനസ്സിലാകാത്ത വിധം. ആണിനും പെണ്ണിനും ഒരേ ആനന്ദം. ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു, വിവാഹപ്രായമായ സ്ത്രീക്കും പുരുഷനും എവിടെയും ഒരുമിച്ച് താമസിക്കാവുന്നതാണ്. പക്ഷെ ഒരു മതവും അതിനെതിരെ ഇളകിയില്ല. ഒരു മതവും പ്രശ്നമുണ്ടാക്കിയില്ല. ഇസ്ലാം വരെ ഉണ്ടാക്കിയില്ല. അതിപ്പോൾ ഒരു നിയമപ്രാബല്യമായിട്ട് കൊണ്ട് നടക്കുകയാണ്. അതിനെതിരെ ആരും മിണ്ടാത്തത് കൊണ്ട് അങ്ങനെ ജീവിക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അവർക്ക് ആരാണ് ഒരു കടിഞ്ഞാണിടുക? മുസ്ലിമിനോട് ഞാൻ പറയട്ടെ, അവർക്ക് കടിഞ്ഞാണിടാൻ ഖുർആനേ ഉള്ളൂ. 10, 14, 16, 20, 22 വയസ്സുള്ള പെൺകുട്ടികളോട് പറയട്ടെ, നിങ്ങൾ ആകാശത്തിൽ പട്ടം പറപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ പട്ടം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ പട്ടത്തിന്റെ ചരടുള്ളവനാണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ പട്ടത്തിന് തോന്നും ഈ ചരട് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ എന്താ, എനിക്ക് ഇഷ്ടം പോലെ പറന്നുകൂടെ? മക്കളെ, ആ പട്ടം ഏതെങ്കിലും കടലിലോ ഏതെങ്കിലും താഴ്വരത്തോ ഏതെങ്കിലും എവിടെയോ പോയി വീണ് നശിക്കും. അതുകൊണ്ടാണ് മക്കളെ, വിശേഷിച്ചു പെൺമക്കളെ, ഉമ്മ ബാപ്പമാരുടെ കയ്യിൽ നിങ്ങളാകുന്ന പട്ടത്തിന്റെ നൂലുണ്ട്. നിങ്ങൾക്ക് തോന്നും, എന്തിനാ എന്റെ ബാപ്പ ഇങ്ങനെ എന്നോട് എപ്പോഴും അന്വേഷിക്കുന്നത്? എന്തിനാണ് ഉമ്മ എപ്പോഴും എന്റെ മൊബൈൽ നോക്കുന്നത്? മക്കളെ, ഈ നൂല് ഉമ്മയുടെ കയ്യിലാണ്. ഈ നൂലങ്ങ് പൊട്ടിച്ചു കളയണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ 2 ദിവസം നിങ്ങൾക്ക് ആകാശത്തിൽ, അനന്തമായ ആകാശത്തിൽ പറന്ന് കളിക്കാം. 3-ാമത്തെ ദിവസം ആ പട്ടം ഏതോ കടലിലോ കാറ്റിലോ ആയിരിക്കും. മനസ്സിലാകുന്നില്ലേ കുഞ്ഞുങ്ങൾക്ക്? അതുകൊണ്ട് ആ പട്ടത്തിന്റെ കയർ കെട്ടി, ഇസ്ലാമിന്റെ ആ പട്ടത്തിന്റെ കയർ കെട്ടിയിരിക്കുന്നത് ഖുർആനിലാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്. ഉമ്മ ബാബ സിലത്തുർ റഹ്മെന്നും ഖത്തറുൽ റഹ്മെന്നും 2 വാക്ക് നിങ്ങൾക്കറിയാം. ഉമ്മ ബാപ്പമാരോട്, ബന്ധുമിത്രായോട്, സ്വന്തം ശരീരത്തോട്, പരമമായ അള്ളാഹുവിനോട് എന്ത് കടപ്പാടാണ് നിർവഹിക്കേണ്ടത്. ആ നിർവഹിക്കേണ്ടത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ മറന്നുപോയാൽ ഇസ്ലാമിന് എനിക്കൊരു വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ ഖുർആന്റെ പൗരുഷമാണ്. ഞാൻ കേരളത്തിൽ ഒരുപാട് അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഹിന്ദുക്കളായ അമ്മയും അച്ഛനും ഒരുപാടുണ്ട്. അവിടെ ക്രിസ്ത്യാനികളായ അപ്പനും അമ്മച്ചിയും ഒരുപാടുണ്ട്. അവിടെ മുസ്ലിങ്ങളായ ഉമ്മയും ബാപ്പയും എനിക്ക് കാണാൻ കഴിഞ്ഞത്, മറ്റിടത്തൊന്നും ഉണ്ടാകും, എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരൊറ്റ അനാഥാലയത്തിൽ ഒരു ഉമ്മയെയും ഒരു ബാപ്പയെയുമാണ്. അതിന്റെ കാരണം ഖുർആനാണ്. ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ്. കുടുംബ കലഹങ്ങളിൽ ഏറ്റവും കുറവ് മകന്റെ ഭാര്യയോടും ഭർത്താവിന്റെ ഉമ്മയോടും ഏറ്റവും അധികം തർക്കങ്ങളും പ്രശ്നങ്ങളും കുറഞ്ഞത് മുസ്ലിം കുടുംബങ്ങളിലാണ്. ഈ ഒരു പൂരുഷം നിങ്ങൾ വിട്ടുപോകരുത്. ഈ പൂരുഷം വിട്ടാൽ ജീവിതമില്ല, ഒരു വ്യത്യാസവുമില്ല. മനുഷ്യനും മറ്റ് ജന്തുക്കളുമായി ഉള്ള ഏക വ്യത്യാസം, കാഴ്ചയിലുള്ള ഏക വ്യത്യാസം വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതാണ്. ഔറത്ത് എന്നുള്ള ബോധമാണ്. ആ ബോധം പോയാൽ നമ്മുടെ എല്ലാ ലജ്ജയും പോയി. പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ആ ബോധമൊക്കെ പോയി കഴിഞ്ഞാൽ പട്ടിക്ക് തുല്യമാണ് ആണും പെണ്ണും. അതുകൊണ്ട് മുറുകെ പിടിക്കുക. അഭിമാനത്തെ സൂക്ഷിച്ചുകൊണ്ട് മതപരമായ ബോധ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ഇനി ഞാൻ ലഹരിയെക്കുറിച്ച് ഇന്ന് 12:23 ബാങ്ക് കൊടുക്കും.
ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആൻ ലഹരിക്ക് കൊടുത്ത പേരെന്താണെയോ? മദ്യത്തിന് ഖംർ എന്നാണ്. ഖംർ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മറയിടുന്നത്. എന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ പ്രകാശത്തിലാണ്. ഈ പ്രകാശത്തിന് മുമ്പിൽ ഒരു തിരശ്ശീലി വീണാൽ എന്നെ നിങ്ങൾക്കോ എനിക്കോ കാണാൻ കഴിയില്ല. ആ ബുദ്ധി മറഞ്ഞു പോയാൽ എന്ത് ഉമ്മ, എന്ത് ബാപ്പ, എന്ത് പള്ളി, എന്ത് കിബില, എന്ത് ഉസ്താദ്, എന്ത് ഖുർആൻ, എന്ത് ശരീഅത്ത്. ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മകളാണെന്നുള്ള വ്യത്യാസം വിട്ടുപോയാൽ അയാൾ മൃഗത്തിന് തുല്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു രസമുള്ള കഥ പറഞ്ഞു തരാം. 1992 പാണക്കാട് വലിയ തങ്ങൾ ഞങ്ങളുടെ ഒരു മലബാർ മേഖല മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ സമ്മേളനം ഈ KK തലവയലിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഞാനാണെന്ന് സ്വാഗത പ്രസംഗം. അപ്പൊ എന്റെ പ്രസംഗത്തിൽ ഞാൻ മദ്യം ജന്തുക്കളെ പോലെ ആക്കുന്നു മനുഷ്യനെ എന്നുള്ളൊരു കാര്യം വിശദീകരിച്ച് പറഞ്ഞു. നേരമില്ല ഇവിടെ. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. നടന്ന കഥയാണ് ഞങ്ങളൊരാളെ കുടുംബത്തിൽ. ഞാൻ കേട്ടു. ഒരു കുടിയനായ ഭർത്താവും അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഭാര്യയുമാണ് മുഖ്യ കഥാപാത്രം. ഭർത്താവ് നിങ്ങൾ അറിയേണ്ട, ഞാൻ പേര് മാറ്റി പറയാം, അബ്ദുൾ റസാഖ്. അയാൾ ഒരു എഞ്ചിനീയറാണ്, ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ. അയാൾക്ക് അന്ന് 28,000 രൂപ ശമ്പളമുണ്ട്. അന്ന് 92. ഇയാൾ മുഴുക്കുടിയനാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ കുടിക്കാൻ ധാരാളം ചാൻസാണ്. എല്ലാ കക്ഷികളും മദ്യമായി കൊടുക്കും. ഈ അബ്ദുൾ റസാഖ് അല്ലേ, ഇയാളുടെ ഭാര്യന്റെ പേര് ഞാൻ മാറ്റി പറയാം, അസ്മാബി. ഓർമ്മിച്ചു. ഈ ഭർത്താവ് എപ്പം കയറി വന്നാലും ഭാര്യയോട് ചോദിക്കും, അസ്മാബി ഞാൻ പോയതിനു ശേഷം ഇവിടെ ഏതെങ്കിലും പുരുഷന്മാർ വന്നിട്ടുണ്ട്? ദീർഘകാല മദ്യപാനികൾക്ക് ഇണയെ സംശയിക്കുന്ന ഒരു രോഗമുണ്ട്, ആൽക്കഹോളിക് പരാനോയിയ. ഒരു കാരണവുമില്ലെങ്കിലും ഭാര്യയെ സംശയിക്കും. അപ്പൊ അവളില്ലാന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ബോധ്യമാകില്ല. ഖുർആനെ പിടിച്ച് സത്യം ചെയ്യണം. ഒരു വിശ്വാസിക്ക് അത് ഇഷ്ടമല്ല, എന്നാൽ അത് ചെയ്താലേ ഇയാൾക്ക് ബോധ്യമാകും. ഇവരുടെ മൂത്ത മോളുടെ പേര് റഹ്മത്ത് എന്നാണ്, മറ്റുള്ള പേര് ബർക്കത്ത് എന്നാണ്, മൂന്നാമത്തോളം പേര് എന്താണ്? റഹ്മത്ത്, ബർക്കത്ത്, വേറെ എന്തെങ്കിലും കൂടി ഒരു പേരും കൂടി പറയാം, സുമയ്യത്താണ്. സുമയ്യത്തിനെ കല്യാണം കഴിച്ചാൽ സുബൈർ മാഷ. മറ്റേ 2 മക്കളും വിദേശത്താണ് ഭർത്താക്കന്മാരുടെ കൂടെ. നാളെ പെരുന്നാളാണ്. ഇന്ന് തന്നെ അസ്മാബി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സുമയ്യത്തും സുബൈർ മാഷും വരും. എന്നിട്ട് എല്ലാം ഒരുക്കി വെച്ച്, പെരുന്നാളിന് നിങ്ങളെ നോമ്പുകാലത്തുള്ള വിഭവങ്ങളുടെ കണക്കെന്താ? എനിക്ക് തോന്നുന്നു ഞാൻ മുസ്ലിങ്ങളുടെ നോമ്പ് ഓർക്കാൻ പോയിട്ട് ഷുഗർ വന്നു പോയിന്ന. അത്രയും മധുര പദാർത്ഥങ്ങളല്ലേ. അപ്പൊ ഈ ബാപ്പ നാളെ ഓഫീസ് ലീവാ പെരുന്നാൾ. ഇന്ന് വൈകുന്നേരം മൂക്കറ്റം കുടിച്ചു വന്ന് ഇങ്ങനെ നായ് വരുമ്പോഴാണ് കിടക്കുന്നത് കോലാലേക്ക്. എന്നിട്ട് നേരെ ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിച്ചു വന്നു. മൂത്രമൊഴിക്കാൻ പോയപ്പോ ഇയാൾ ചോദിക്കുക, അസ്മാബി ഞാൻ പോയതിന് ശേഷം ആരാടി ഇവിടെ ഒരു ഇലക്ട്രീഷ്യൻ വന്നത്? ഇവിടെ ഒരു ഇലക്ട്രീഷ്യൻ വന്നില്ലേ? വെറുതെ ബഹളം ഉണ്ടാക്കില്ല. മോനും മോളും ഇപ്പം വരും, ഇടവലക്കാരൊക്കെ നോക്കും. ഇവിടെ ആരും വന്നിട്ടില്ല, അല്ലാതെ വന്നിട്ടില്ല. പിന്നെ ആരാടി ടോയ്ലറ്റിൽ ഒരു ബൾബ് പിടിപ്പിച്ചു? എന്ത് ബൾബ് മനുഷ്യ? ടോയ്ലറ്റ് തുറക്കുമ്പോ ബൾബ് കത്തുക, ടോയ്ലറ്റ് അടയ്ക്കുമ്പോ ബൾബ് കേടുക. എന്റെ റബ്ബേ, നിങ്ങൾ ഫ്രിഡ്ജിലാ പോയി മൂത്രം ഒഴിച്ചെന്ന് ആ ഉമ്മ ചോദിച്ചത്. തുറന്നു നോക്കുമ്പോ ലൈറ്റ് കത്തി, അടിച്ചു നോക്കുമ്പോ ലൈറ്റ് കെട്ടി. ഏതോ ഇലക്ട്രീഷ്യൻ വന്ന് ടോയ്ലറ്റിൽ ബൾബ് പിടിപ്പിച്ചെന്ന് അയാൾ ധാരം. എന്താണ് കാര്യം? ഇത് ടോയ്ലറ്റ് ആണോ ഫ്രിഡ്ജാണോ എന്ന് അറിയാതെ പോയി. ഖംറ് ബുദ്ധിക്ക് മറയിട്ട് പോയി. ഒന്നും മനസ്സിലായില്ല. ബുദ്ധിക്കു സത്യോ മൃത്യു നൽകിടും പടുക്ഷേളം. ബുദ്ധിയെ പെട്ടെന്ന് കൊല്ലുന്ന മഹാവിഷമാണ് മദ്യം. മർത്യനെ മനുഷ്യനെ തിരിയക്കാക്കും ജന്തുവാക്കും പൈശാചരസായനം. അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തിരുമേനി മദ്യത്തിനെ വിളിച്ചത് എല്ലാ തിന്മകളെയും പോറ്റുന്ന പെറുന്ന മാതാവാണ് മദ്യമെന്നാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിന്മ ഏതാണ്? ശിർക്കാണ്, ബഹുദൈവാരാധന. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എല്ലാ തിന്മകളെയും പെറുന്ന പോറ്റുന്ന മാതാവാണ് മദ്യം. റസൂൽ പറഞ്ഞു തിന്മകളുടെ താക്കോലാണ് മദ്യം. അത് പറഞ്ഞ് റസൂൽ നിർത്തിയില്ല. തിന്മകളെ വേറെടുത്ത് പറഞ്ഞ് കൈകൊണ്ട് ചെറുക്കുക. നിങ്ങൾ ആരെയും ചെറുക്കലുണ്ടോ? അത് സാധിക്കാത്തവർ വാക്കുകൊണ്ട് തടയുക, തടയിലുണ്ടോ? അതിനും പറ്റാത്തവർ മനസ്സുകൊണ്ട് വെറുക്കുക. നിങ്ങൾ വെറുക്കുന്നു.
പക്ഷെ അതുകൊണ്ട് മാത്രം ഫലമില്ല. സർക്കാരിനെ ഉണർത്താൻ വേണ്ടി ഈ തിന്മകൾക്കെതിരെ സമൂഹം സംഘടിക്കണം. കാവുങ്കൽ കുടുംബമെങ്കിലും സംഘടിക്കണം. ഞങ്ങൾ 953 ദിവസം മലപ്പുറത്ത് നടത്തിയ സമരം രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം. അത് അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഗവൺമെന്റ് നടപ്പിലാക്കി. അതിലുള്ളതാണ് എന്ത്, ഈ നെടിയിരിപ്പ് പ്രദേശത്ത് മദ്യഷാപ്പ് വേണമോ വേണ്ടയോ തീരുമാനിക്കാം. അത് ആ നിയമം നടപ്പിലാക്കിയത് കേരളത്തിലെ കരുണാകരൻ CT അഹമ്മദ് അലിയ. അവർക്ക് ശേഷം വേറൊരു ഗവൺമെന്റ് വന്നു. 99 മാർച്ച് 24 നിയമം എടുത്തു കളഞ്ഞു. കേരളത്തിൽ കണ്ടമാനം മദ്യഷാപ്പുകളായി. പിന്നീട് ഞങ്ങൾ മദ്യനിരോധന സമിതി പാവങ്ങളാണ്, വളരെ കുറച്ച് ആളുകളെ ഉള്ളതെന്ന് ഞങ്ങൾക്ക് ഒരു പേടിയില്ല. നമ്മളെ പഠിപ്പിക്കുന്നു കമ്മിൻ ഫിയത്തുൻ കലീലത്തുൻ കലബത്ത് ഫിയത്തുൻ കസീറത്തുൻ. കേട്ടിട്ടില്ലേ? ലോകത്ത് ഒരു മാറ്റവും വരുത്തിയത് ആയിരക്കണക്കിന് ആളുകളോ കാവുങ്കൽ ഫാമിലിയോ ഇങ്ങനെ സംഗമിച്ചിട്ടല്ല. അതിൽ വളരെ കുറച്ച് ആളുകൾ, വളരെ കുറച്ച് ചിന്താശീലമുള്ളവർ, വിപ്ലവ ചിന്തയുള്ളവർ വരുത്തിയ മാറ്റമാണ്. അവിടെ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് ഈ സമരം ചെയ്യുമ്പോൾ ഈ മുദ്രാവാക്യം കേട്ടിട്ട് 953 ദിവസത്തെ സമരത്തിൽ 12,500 പേർ ആ പന്തലിൽ വന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വന്നിരുന്നോ? സമരത്തിൽ വന്നവർ കൈവക്ക്. ഇല്ല, ഇല്ലാത്തവർ പോയിട്ട് ഇവിടെ അയ്യോ ഇല്ലാത്തവർ അങ്ങ് പോയിട്ട് തൗബ ചെയ്തോളൂ. അല്ലാഹുവേ, ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളാരും പോയില്ല. അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇനിയും നല്ലൊരു ചാൻസ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ നിയമം 2017 റമദാൻ കാലത്ത് കേരള ഗവൺമെന്റ് എടുത്തു കളഞ്ഞു. എന്നതിന് ശേഷം 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 800ഓളം ബാറുകളായി. ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭരണമുന്നണി അടച്ചിട്ട മദ്യഷാപ്പുകളൊക്കെ തുറന്നു. വീണ്ടും കള്ളുഷാപ്പുകൾ വർദ്ധിച്ചു. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? വെറും ദുആ ചെയ്താൽ പോരല്ലോ. ഞങ്ങൾ മദ്യനിരോധന സമിതി ഒരു സമരാഹ്വാന ജാഥ നടത്തുകയാണ്. ഈ ജനുവരി 5 മുതൽ ഫെബ്രുവരി 10 വരെ ഇൻഷാ അല്ലാഹ് മലപ്പുറത്തൂടെ ജാഥ പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞാൽ ദൂരോട്ട് പോയി കളയരുത്, അടുത്തു വരണം. ഞങ്ങൾ മലപ്പുറത്തെ ഈ പ്രതിജ്ഞ കേട്ട മുസ്ലിം സമൂഹത്തിന് തോന്നി ഇതാണ് ഇവരുടെ നിയ്യത്ത്. ആ നിയ്യത്തിൽ ബോധ്യമുള്ളവരാണ് കൂടെ നിന്നത്. BM സുധീരനും കുഞ്ഞാലിക്കുട്ടി സാഹിബും ET മുഹമ്മദ് ബഷീറും എല്ലാവരും സഹകരിച്ചത് കൊണ്ട് ആ നിയമം പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കി തന്നു. ആ നിയമം ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ 1ാം ഗവൺമെന്റ് അട്ടിമറിച്ചു. ഇപ്പോൾ നാട് മുഴുവൻ മദ്യഷാപ്പാണ്. നമ്മളിങ്ങനെ കേവലം ദുആ ചെയ്താൽ പോരാ. യുവാക്കൾ എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കൽ അറേബ്യയുടെ ചുറ്റുപാടിൽ നിന്ന് ബൈസാന്തിയ എന്ന രാജ്യം അറേബ്യ ആക്രമിക്കാൻ വരുന്നൊരു വാർത്ത വരുന്നു. റസൂൽ മുഹമ്മദ് സൈന്യങ്ങളെ സജ്ജീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു ക്യാപ്റ്റൻ വേണം, പട്ടാളത്തിന് തലവൻ. ഉമറുണ്ട്, അബൂബക്കറുണ്ട്, എല്ലാവരും ഉണ്ട്. ആരാണ് പട്ടാളത്തിന്റെ ക്യാപ്റ്റൻ? മുഹമ്മദ് 21 വയസ്സുള്ള ഒരു പയ്യനെ വിളിച്ചേൽപ്പിച്ചു, നീയാകണം ബൈസാന്തിയ ആക്രമണത്തിനെതിരെ നിൽക്കുന്ന നമ്മളുടെ സൈന്യത്തിന്റെ തലവൻ. എന്താ കാര്യം എന്നറിയോ മക്കളെ? ചെറുപ്പക്കാരിൽ റസൂൽ വലിയ ഊർജം കണ്ടു. ഈ ചെറുപ്പക്കാരന്റെ ബാപ്പ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ചിരുന്നു. അതിന്റെ ഒരു പ്രതിഫലം കൂടിയായിട്ട് ചെറുപ്പക്കാരന്റെ പട്ടാള മേധാവിയാക്കി. അതുകൊണ്ട് മദ്യം എന്ന ലഹരി എന്ന തിന്മകൾക്കെതിരെ പൊരുതാൻ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒരു സൈന്യം ഉണ്ടാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക. പെൺകുട്ടികൾ വിചാരിക്കേണ്ട ഞങ്ങൾ പൊതുരംഗത്തിറങ്ങുന്നത് ഖുർആന് വിരുദ്ധമല്ലേ. ഹേ സ്ത്രീയെ, നിന്റെ സംസാരവും പെരുമാറ്റവും നിന്റെ ഭർത്താവിനെ അല്ലാതെ മറ്റാരെയും ആകർഷിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിലുള്ള നിയമം. ഹേ സ്ത്രീയെ, നിന്റെ മക്കളെ തലപ്പ് നിന്റെ കുപ്പായമാറിൽ വീണ് കിടക്കട്ടെ. അതാണ് ഇസ്ലാം സ്ത്രീകൾക്കുള്ള ചിട്ട. ഇതിന്റെ ഒക്കെ അർത്ഥം മനസ്സിലായില്ലേ? അത്രയൊക്കെ കരുതിയാൽ മതി. ഒരുപാട് മുസ്ലിം സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ലോഹർ ബാങ്കിന്റെ സമയമായി നിസ്കാരത്തിന്റെ. ഞാൻ നിർത്തുകയാണ്. കുട്ടികളോട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ ഉമ്മ ബാപ്പമാരെ മനസ്സിൽ വെക്കുക. ഈ വാട്സപ്പിൽ കൂടി കാണാത്ത പലരെയും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ഒരിക്കലും ചിത്രമോ ശബ്ദമോ കാണുകയോ കേൾക്കുകയും ചെയ്യാത്ത നമ്മളെയൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ
ഉമ്മയും അമ്മയും അറിഞ്ഞില്ല എനിക്കുണ്ടാകുന്ന മോനാണോ മോളാണോ, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, കൊന്തളമ്പല്ലുണ്ടോ മുക്കിരയുണ്ടോ ഒന്നും മുച്ചിറയുണ്ടോ ഒന്നും മനസ്സിലായില്ല. എന്നിട്ടും വയറ്റിലുള്ള ബീജത്തെ, ആ ഉരുവത്തെ, ആ ഭ്രൂണത്തെ വളരും തോറും അമ്മയും ഉമ്മയും ബാപ്പയും സ്നേഹിച്ചു. കാണാത്ത കുഞ്ഞിനെ, ആ കാണാതിരുന്ന കുഞ്ഞിനെ കൂടി സ്നേഹിച്ചവരാണ് നമ്മുടെ ഉമ്മ ബാപ്പമാർ, മാതാപിതാക്കൾ. അവർക്ക് പുറത്ത് കിട്ടിയ കുഞ്ഞിനെ അവർ ലാളിച്ചു. ഈ കുഞ്ഞിനെ ഓർക്കണം എങ്ങനെ ഉമ്മയും അമ്മയും അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് പൂതിയുണ്ട്, പെൺകുട്ടികളോട് ആൺകുട്ടികളോടും പറയുന്നു, അവിവാഹിതരോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. എന്റെ ഇഷ്ടം ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഇഷ്ടമല്ല, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. അച്ഛനും അമ്മയ്ക്കും ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഇഷ്ടമില്ലാത്തതിന്റെ പിറകെ ഒന്നും പോകരുത്. അഥവാ പോകുകയാണെങ്കിൽ അവരുടെ ഇഷ്ടം സമ്പാദിക്കണം. അല്ലെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ ഇവരുടെ ഉമ്മയുടെയും ബാപ്പയുടെയും കണ്ണുനീർ നിങ്ങളുടെ പിറകിലൂടെ ഒരു ശാപനദി പോലെ പിന്തുടരും. നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവില്ല. ഉമ്മ ബാപ്പമാർക്ക് കണ്ണീരുണ്ടാക്കിയാൽ അതിന്റെ പാപം പൊറുക്കാൻ ഒരു തൗബ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നിയ്യത്താക്കുക, എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ ബാപ്പയ്ക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സ്കൂളിനും എൻ്റെ നാടിനും അപമാനകരമായി എന്നെ കൊണ്ടൊന്നും പറയാൻ ഞാൻ ഇടവരുത്തില്ല. കാവുങ്കൽ കുടുംബത്തിലെ കുഞ്ഞുമക്കൾക്ക് എൻ്റെ വാക്കുകൂടി അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാമാന്യനെ ദീർഘിപ്പിച്ചു പോയി, എനിക്ക് നിങ്ങളോട് വേണ്ടവരൊന്നും പറയാൻ സാധിച്ചില്ലെന്ന് അറിയാം. ബാങ്കിന്റെ നിസ്കാരത്തിന്റെ ഇടവേളയുണ്ട്. പിന്നെ ഞാൻ അധിക നേരം പറയരുതല്ലോ. മൊയ്തീൻകുട്ടി സാഹിബിന്റെ ഫത്വ അനുസരിച്ച് ഞാൻ കൃത്യമായി 10 മണിക്ക് തന്നെ വന്നതാണ്. എന്നോട് ഭാര്യ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് പോയിട്ടെത്താ 11:30 തുടങ്ങും. പക്ഷേ ഞാൻ ഏറ്റാൽ 5 മിനിറ്റ് മുമ്പേ എത്തും. എൻ്റെ മകന്റെ ഒരു നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ ഒന്ന് പറയട്ടെ, നിങ്ങള് മദ്യനിരോധനക്കാർക്ക് സക്കാത്ത് തരണം. ഞങ്ങൾ പൈസയില്ലാത്തൊരു സമരക്കാരാണ്. നിങ്ങളെ മുനാശയ്ക്ക് ഓശാരത്തിനൊന്നും തരണ്ട. ഖുർആൻ പറയുന്നുണ്ട്, ജിഹാദിൽ ഇടപെടുന്നവർക്ക് സക്കാത്തിന് അർഹതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കാത്തൊരു ജിഹാദിൽ ഞങ്ങൾ ഇടപെടുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങൾക്ക് സക്കാത്ത് തരണമെന്നുണ്ടെങ്കിൽ മൊയ്തീൻകുട്ടി സാഹിബോട് എൻ്റെ നമ്പർ വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ പ്രസംഗത്തിന് തുടർച്ചയായി ചില കാര്യങ്ങൾ പറയും. ഇഷ്ടമുള്ളവർ അതിൽ പ്രതികരിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ. അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ. ദയാനിധിയായ ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തുതി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ജഗത് ലോക സമസ്ത സുഖിനോ ഭവന്തു.